പാർട്ടിയോടൊപ്പം തന്നെ തുടരും. ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം വളരെ വ്യക്തമായി തന്നെ ഇന്ത്യയുമായിട്ടുള്ള യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതങ്ങനല്ല, അത് പഞ്ചായത്ത് തലത്തിലുണ്ട്. പഞ്ചായത്ത് തലം മുതലുള്ള കോട്ടയത്ത് നടന്നൊരു സമ്മേളനത്തിൽ അവിടെ പലതരത്തിലുള്ള ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ചിലർക്ക് വിടണമെന്നും ചിലർ വിടണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതാണ്ട് പ്രമേയം പാസ്സാക്കിയെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നത് തെറ്റാണ്. ആ പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നഡ്ഡാജി അവിടെ വെച്ച് ആദ്യം ഇൻട്രൊഡ്യൂസ് തന്നെ BDJSന്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും എല്ലാ മുഖ്യമന്ത്രിമാരെല്ലാവരും ഇരുന്ന് അവിടെ വെച്ച് പറയുകയുണ്ടായി. ഞങ്ങൾ ആകെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു 10-12 പേര് മാത്രമാണുള്ളത്. അതിലാണ്ട് 3 മുഖ്യമന്ത്രിമാരുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവരിടത്തും പറഞ്ഞത് കാര്യം കഴിഞ്ഞ ഇങ്ങനെ BDJS പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി, അതിനുശേഷം അവിടെ NDAക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത് ഞാൻ തന്നെ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അവരുടെ ചർച്ചകളിലും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടും BJPയിൽ നിന്നൊരു അംഗീകാരം, പ്രത്യേകിച്ച് ബോർഡ് കോർപ്പറേഷൻ ആണെങ്കിലും രാജ്യസഭ MP സ്ഥാനം, അങ്ങനെ ഒരു പ്രാതിനിധ്യം BDJസിന് കിട്ടുന്നുണ്ടോ? ഞങ്ങളുടേതാണ് ഈ സ്പൈസസ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് ഞങ്ങൾ വെച്ചിട്ടുള്ള ആളാണ്. ഇത്ര നാൾ ഇരുന്നതാണ്. ഇപ്പൊ അടുത്ത ദിവസം അതിന്റെ പോസ്റ്റ് പിന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ ഞങ്ങളുടെ ആളാണ്. അതുകൂടാതെ ഇപ്പോഴത്തെ ടൂറിസം ഡയറക്ടർ ഞങ്ങളുടെ ആളാണ്. അങ്ങനെ പല പോസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ MP അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞതാണ്. എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ അന്ന് വളരെ സ്നേഹബുദ്ധിയാ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുമാണ്. നേരത്തെ പറഞ്ഞു. അത് ഞാൻ പാർട്ടി തുടങ്ങിയ സമയത്ത് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എല്ലാ സാഹചര്യത്തിൽ അങ്ങനെ ഞാനിപ്പോ അന്നൊരു സ്ഥാനം എടുത്താൽ എന്താ പറയാൻ വേണ്ടി പോകുന്നത്? BDJS എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഉണ്ടാക്കി എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് നാളെ വ്യാഖ്യാനിക്കും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ. അങ്ങനെ ഉദ്ദേശം ഞങ്ങൾക്കില്ല. അല്ല, അത് വരുമ്പോൾ ഞങ്ങൾ പിന്നെ എടുക്കാമല്ലോ. ഇപ്പൊ ഞാനൊരു നോമിനേറ്റഡ് ആയിട്ട് വരുന്നതും എലക്ടഡ് ആയിട്ട് വരുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി ഉടൻ തന്നെ ഞാൻ മാത്രം സ്ഥാനം എടുത്താൽ ശരിയാവില്ലല്ലോ. അതിനകത്ത് സംബന്ധിച്ചോളം അത് ഇപ്പം സമയമായി കഴിയുമ്പോൾ അതിന്റെ വേണ്ട തീരുമാനങ്ങൾ എടുക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏതാണെങ്കിലും NDAയോടൊപ്പം എന്നൊരു കാര്യം മനസ്സിലാക്കുക. കാരണം NDAയെ സംബന്ധിച്ചോളം ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങൾ കൂടിയവരാണ്. അന്ന് ഏതാണ്ട് 6% വോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ കൂടി. അത് 16% വോട്ടായി. അത് പിന്നെ 22% വോട്ടായി. ഒരു MP ഉണ്ടായി. 2 MPമാർക്ക് വെറും നിസ്സാരമായ വോട്ടിനാണ് തോക്കുകയുണ്ടായത്. ഈ തരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പറയുന്ന കഴിഞ്ഞ് നിങ്ങൾ ചെറുതായി എടുത്ത് ഇന്ത്യയിൽ മൊത്തം NDAയുടെ വളർച്ച അല്ലെങ്കിൽ BJPയുടെ വളർച്ച എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന UP ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും 2%, 3% വോട്ടുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10-15 വർഷക്കാലം മുമ്പ്. അവിടുന്നാണ് ഗ്രോ ചെയ്ത് ഇവിടം വരെ വരികയുണ്ടായത്. ബ്രൂവറി വിഷയം, പിന്നെ NDA BDJS വിടുന്നോ എന്നുള്ള ചോദ്യം തുടങ്ങിയ വിഷയങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളി വിശദീകരണം നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന BDJSന്റെ ഒരു യോഗത്തിൽ പല അംഗങ്ങളും അഭിപ്രായം ഉന്നയിച്ചിരുന്നു. NDA വിടണം, അതായത് ആവശ്യമായ പരിഗണന NDAയുടെ ഭാഗത്ത് നിന്ന് BDJSന് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായം പല അംഗങ്ങളും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കിയിരുന്നു എന്നുള്ള തരത്തിൽ വ്യാജ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെയൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. പക്ഷേ പാർട്ടിക്കകത്ത് 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട് എന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്.